ശ്രീ നവാസ് നോക്കൂ, ഈ ചർച്ചയിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി പറയുന്ന അതേ കാര്യമാണ്. പക്ഷേ SFIക്ക് പോലും ദഹിക്കാത്ത കാര്യങ്ങളാണ് ഇവർ ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഉപരിപഠനത്തിന് അവസരമുണ്ട്, 80,000-ഓളം സീറ്റുകൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ പ്രതിഷേധം നടത്തുന്നത് എന്നാണ്. ശ്രീ നവാസ്, ആദ്യമായി ശ്രീ അരുൺകുമാർ ആദ്യമായി റിപ്പോർട്ടർ ചാനലിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നിരന്തരമായി ഈ വിഷയത്തെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നത്, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഈ സമരത്തിന് ഊർജ്ജം പകരുന്നു. നിരാശരായ വിദ്യാർത്ഥികൾക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ നൽകുന്നു എന്നത് സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ അധ്യാപകൻ ബിനേഷ് പറയുന്ന കണക്കുകളൊക്കെ ഇനി എത്ര തവണ നമ്മൾ ചാനൽ മുറികൾ വന്ന് ഈ കണക്കുകൾ തിരുത്തണം? ശ്രീ അരുൺകുമാർ, ഞാനും നിങ്ങളും തന്നെ ചർച്ചയിൽ എത്ര തവണ അധ്യാപകരെ തിരുത്തി? അവർക്ക് കണക്കറിയാഞ്ഞിട്ടല്ലെന്നേ, അവർക്ക് കണക്കിൻ്റെ ഭീകരതയെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടുമല്ല. അരമണിക്കൂറിൻ്റെ ചാനൽ ചർച്ചയിലെ സമയത്തിനകത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞു രക്ഷപ്പെട്ടു പോകണം. അവർക്കറിയാം 8 മണിക്കപ്പുറത്തേക്ക് ചാനൽ ചർച്ച പോവില്ല എന്ന്. അതുകൊണ്ട് 8 മണി വരെ എന്തെങ്കിലും പറയണം. അതിനപ്പുറത്തേക്ക് എന്ത് വസ്തുതയാണ് അദ്ദേഹം പറയുന്നതിലുള്ളത്? ഇന്ന് SFIയുടെ ദേശീയ അധ്യക്ഷൻ ഇന്നിവിടെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് മാധ്യമങ്ങൾ തുരുതുരാ ചോദ്യം ചോദിച്ചപ്പോൾ SFIയുടെ ദേശീയ പ്രസിഡന്റ് വന്നിട്ട് ഞങ്ങൾക്ക് മലപ്പുറത്ത് +1 പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതല്ല. ഞാൻ ആ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടതാണ്. മാധ്യമങ്ങളുടെ ശരങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു, മലപ്പുറത്ത് ഇത്തരത്തിലിവിടെ പ്രയാസകരമായ സാഹചര്യമുണ്ട് എന്ന് പറയേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളൊരു കത്ത് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക്, അത് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് ഞങ്ങൾ ഇറങ്ങുമെന്നാണ്. ഈ 24-ാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് 21-ആണ്, 24-ാം തീയതി ക്ലാസ് ആരംഭിക്കാൻ പോവാൻ. ഇനി എവിടേക്കാണ് ഇവർ സമരത്തിൽ ഇറങ്ങാൻ പോകുന്നത്? ആമസോൺ കാർഡുകൾ കത്തിയാൽ മലപ്പുറം ടൗൺ സ്തംഭിപ്പിച്ച ഈ സംഘടനയുടെ പ്രതിനിധികൾ മലപ്പുറത്തെ കുട്ടികൾ തെരുവിലിരുന്ന് കരയുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, അതിനെ മറുപടിക്ക് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പരിഹാസമാണ്, വിദ്യാർത്ഥികൾ അപമാനിക്കലാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പം നേരത്തെ ശ്രീ ബിനേഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞു മലപ്പുറത്ത് സൗകര്യമുണ്ട്. ഇത് തുടക്കം മുതൽ ഇവർ പറയുന്ന പച്ച കള്ളമാണ്. ഇനി സീറ്റില്ല എന്ന വസ്തുതയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ മിണ്ടാതിരിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞ് നിരാശരായ വിദ്യാർത്ഥികളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കല്ല. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം, ഈ സമരം ഞങ്ങൾ ആരംഭിച്ചത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിരന്തരമായി കഴിഞ്ഞ 4 ദിവസമായി മലപ്പുറത്ത് RDD മുമ്പിൽ നിരന്തരമായ സമരത്തിലാണ് ഞങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇന്ന് നിരന്തരമായി സമരം നടത്തുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു ജയിലറെ കൊണ്ട് വഹാബ് എന്ന് പറയുന്ന ജില്ലാ ജനറൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരാളെ റിമാൻഡ് ചെയ്തുകൊണ്ട് അവസാനിക്കുന്ന സമരമല്ല ഇത്. നിങ്ങൾക്കറിയാം വസ്തുതകൾ, നിങ്ങൾക്ക് ഇതിന്റെ കണക്കുകൾ അറിയാം. അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് MSFന്റെ പ്രതിനിധികളെ. നവാസ്, ഞങ്ങൾ ആ വാർത്തയും നിങ്ങളുടെ സമരവും പ്രതിഷേധവും തുടർച്ചയായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ വിഷയം കണ്ടെന്ന് നടിച്ചിട്ടേയില്ല. ഒടുവിൽ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ട് ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് കണ്ട് SFI പ്രസ്ഥാനം അതിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ SFIക്ക് പറയേണ്ടി വരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾ സമരത്തിറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന്. Debate with Arun Kumar.